ഗോഡ്, എത്ര നാളായി നിന്നെ ഒന്ന് കാണാൻ വിചാരിക്കുന്നു. നയന പുഞ്ചിരിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു. ബദ്രി ഹരിയെ ഒന്ന് നോക്കി. നീ ഇതെവിടാ? ഹരി പറഞ്ഞു നീ വീട്ടിലേക്ക് വരാറില്ലെന്ന്. കല്യാണത്തിനും കണ്ടില്ല. അവൾ പരിഭവത്തോടെ ചോദിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാലം കുറയായി അല്ലേ ഹരി? ബദ്രി ഹരിയെ നോക്കി ചോദിച്ചു. ഹരി പുച്ഛത്തോടെ മുഖം തിരിച്ചു. നീ ഇങ്ങോട്ട് നോക്കു ബദ്രി, ഞാൻ പറയട്ടെ. ഹരിയുടെ ആലോചന വന്നപ്പോൾ എനിക്ക് കൂടുതൽ ത്രില്ലായത് നീ അവിടെ ഉണ്ടാവുമല്ലോ എന്നോർത്താണ്. ആൻഡ് നിന്റെ ഏട്ടത്തിയായി വിലസലോ? ചിരിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് ബദ്രി ചിരിച്ചു. എന്നാലും എൻ്റെ കാര്യം നോക്ക് ഹരി. നിന്റെ അനിയനെ വളക്കാൻ നടന്ന ഞാൻ നിന്നെ കെട്ടി. അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. ഹരിക്ക് അവരുടെ സംസാരം ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. നയന, പോകാം, എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതാണ്. ഹരിയുടെ ശബ്ദം ഉയർന്നു. ഹാ, ഒന്ന് നിൽക്ക് ഹരി. ബദ്രി നിന്റെ അനിയനല്ലേ, എന്നിട്ടും ഒരു മൈൻഡും ഇല്ലല്ലോ. ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. അന്ന് ഞാൻ വിവാഹം കഴിക്കാനിരുന്ന പെൺകുട്ടിയെ. ഹരി ബദ്രിയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു. ബദ്രിക്ക് അത് കേട്ട് ഒന്നും തോന്നിയില്ല. അവൻ ചിരിച്ചുകൊണ്ട് നിന്നു. നാന വിശ്വസിക്കാനാവാതെ ബദ്രിയെ നോക്കി. നോ, ഞാനിത് വിശ്വസിക്കില്ല. ആ പെണ്ണ് വല്ല ഉടായ്പുമാവും. നീ ചെയ്തതെന്ന് പറഞ്ഞാലും ബദ്രി ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അവളുടെ വാക്കുകൾ കേൾക്കെ ഹരിയുടെ മുഖത്തെ ഭാവങ്ങൾ എന്തെല്ലാമെന്ന് ബദ്രിക്ക് മനസ്സിലായില്ല. അല്ലേലും വിവാഹത്തിൻ്റെ അന്ന് നിന്നെ തേച്ചിട്ട് പോയവൾക്ക് എന്ത് വേണേലും ചെയ്യാലോ. ഇവനെ എനിക്കറിയാം. വെറുതെ ഒന്നുമല്ല പുറകെ നടന്നത്. ഇവനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടാണ്. പറയുമ്പോഴും അവളുടെ കണ്ണുകൾ ബദ്രിയിലായിരുന്നു. കോളേജിലെ ആർട്സിന് വയനാട്ടിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ തിരുവാതിര ടീമിനെ എല്ലാം സേഫായി പ്രോഗ്രാമിൽ പങ്കെടുത്ത് വീട്ടിലാക്കിയത് ഇവനാ. അവൻ ബദ്രിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. ബദ്രി ഹരിയെ നോക്കി ചിരിച്ചു. നയന കാണാതെ കണ്ണിറുക്കി. നയന, നീ എന്നെക്കുറിച്ച് പഠിച്ച പോലെ ഹരിയെക്കുറിച്ച് പഠിച്ചില്ലായിരുന്നോ? ചിരിയോടെ ബദ്രി ചോദിച്ചത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. സത്യം, പപ്പ പറഞ്ഞു ഞാൻ കെട്ടി. ഹരിയെ ഞാൻ പഠിച്ചു വരുന്നു. ഹരി ദേഷ്യത്തിൽ മുഖം തിരിച്ചു. അതൊക്കെ പോട്ടെ, നിങ്ങളെന്താ ഇവിടെ, അതും ഈ പാതിരാത്രി? ബദ്രി അവളോട് ചോദിച്ചു. എൻ്റെ മമ്മ ഇവിടെ അഡ്മിറ്റാണ്. BP ലോ ആയതാ. കിടക്കാൻ നേരമാ അറിഞ്ഞത്. അപ്പോൾ ഇങ്ങോട്ട് പോന്നു. പപ്പയും ഗ്രായ്മയും ഉള്ളതുകൊണ്ട് ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോഴല്ലേ നിന്നെ കണ്ടത്. ആദ്യം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. ആകെ മൊത്തം തടിച്ച് വെളുത്ത് തുടുത്തു. ജിമ്മിന് പോകാറുണ്ടോ നീ? അവൾ അവൻ്റെ തോളിൽ തട്ടി. അല്ല, നീ എന്താ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? അതും ലേബർ റൂമിൻ്റെ ഭാഗത്ത്. അവൾ ചിരിയോടെ നോക്കി. എൻ്റെ ഭാര്യ. ചിരിയോടെ ഒട്ടും പതറാതെ അവൻ പറഞ്ഞു. ഹരി അവനെ ഒന്ന് തുറച്ചു നോക്കി. നായന കണ്ണുകൾ വിടർത്തി. ഈസ് ഇറ്റ്? നീ കള്ളം പറയുവാണോ? നിന്റെ മാരേജ് കഴിഞ്ഞ കാര്യം ആരും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ഞാൻ തന്നെ പറഞ്ഞില്ലേ. കഴിഞ്ഞു. ഒരു പെൺകുഞ്ഞുണ്ടായി. അവൻ്റെ സ്വരം ആർദ്രമായി. വല്ലാത്ത സർപ്രൈസ് ആയിപ്പോയി ബദ്രി. ഗോഡ്, ആരും അറിഞ്ഞില്ലേ ഇത്? അമ്മയ്ക്കറിയോ? ആരോടും പറഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാ മറച്ചു വെച്ചത്. അവൻ ഹരിയെ ഒന്ന് നോക്കി. ഞാൻ അമ്മയോട് പറയട്ടെ? അല്ല, കുഞ്ഞിനെയും അമ്മയെയും ഇപ്പോൾ കാണാൻ പറ്റുമോ? എനിക്ക് കാണണം നിന്റെ ഭാര്യയും കുഞ്ഞിനെയും. അവൾ ധൃതി കൂട്ടി. റൂമിലേക്ക് മാറ്റിയിട്ടില്ല. കുഞ്ഞിനെ കാണിച്ചു തന്നു. വേഗം അകത്തേക്ക് തന്നെ കൊണ്ടുപോയി. ഓപ്പറേഷൻ വേണ്ടി വന്നു. ഇന്നിനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നയന ചുണ്ടു ചുളുക്കിക്കൊണ്ട് ഹരിയെ നോക്കി. പോകാം നയന? ഹരി ഗൗരവത്തോടെ ചോദിച്ചു. എന്നാ ബദ്രി പോട്ടെ. ഒരു ദിവസം ഞങ്ങൾ വരുന്നു നിന്റെ മോളെയും ഭാര്യയും കാണാൻ. ബദ്രി ഒന്ന് തലയാട്ടി. നയന, 1 മിനിറ്റ്. എന്തോ ഓർത്ത പോലെ അവൻ വിളിച്ചു. ഹരിയും നയനയും തിരിഞ്ഞു നോക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആണോ? എന്നാ ഹരി കാറ് സ്റ്റാർട്ടാക്കിക്കോളൂ, ഞാൻ വന്നേക്കാം. ഹരിയോട് പറഞ്ഞ് നയന ബദ്രിക്കടുത്തേക്ക് നടന്നു. ഹരിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. മുഷ്ടി ചുരുട്ടി പിടിച്ചവൻ കാറിനടുത്തേക്ക് പാഞ്ഞു. എന്താ ബദ്രി? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എൻ്റെ അമ്മയ്ക്ക് സുഖമല്ലേ? അവൻ ചോദിച്ചതും നയന ഒന്ന് ചിരിച്ചു. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അല്ലടി, നിനക്ക് ഏറെക്കുറെ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. കുറേയൊക്കെ മനസ്സിലാക്കി. നിന്റെ കാര്യം കുറച്ചൊക്കെ അമ്മ പറഞ്ഞു തന്നു. പക്ഷേ വിവാഹത്തിൻ്റെ കാര്യവും ഹരി പറഞ്ഞ കാര്യവും ഒക്കെ ഇപ്പോഴാ അറിഞ്ഞേ. ആരും പറഞ്ഞു കേട്ടില്ല. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ബദ്രി ഒന്ന് ചിരിച്ചു കൊടുത്തു. അതിന് പറയാൻ മാത്രം ആ വീട്ടിലെ ആരുമല്ലാതായിരിക്കുന്നു ഞാൻ. അമ്മയും അകന്നുപോയ പോലെ. അതാണ് കുഞ്ഞിൻ്റെ കാര്യമൊന്നും അറിയിക്കാതിരുന്നത്. ആകെ മൊത്തം ഓരോരോ പ്രോബ്ലംസാണ്. നീ അമ്മയോട് പറയണം എനിക്കൊരു കുഞ്ഞുണ്ടായെന്ന്. അമ്മയെ കണ്ടിട്ട് ഇപ്പോൾ കുറേയായി. അവൾ അലിവോടെ അവനെ നോക്കി. അല്ല, ഹരി പറഞ്ഞു ശ്രദ്ധയാണോടാ? നിന്റെ പഴയ ശ്രദ്ധ? അവൾ സ്വകാര്യം പോലെ ചോദിച്ചു. ബദ്രിക്ക് ചിരി പൊട്ടി. അവനൊന്ന് തലയൊട്ടി. നീ ചെല്ല്, നിന്റെ കൊട്ടിയൻ അവിടെ കയറ് പൊട്ടിക്കുന്നുണ്ടാവും. ബദ്രി അവളുടെ തോളിൽ തട്ടി. ഓക്കേടാ, ബൈ. അവൾ മുന്നോട്ട് വന്നവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു.
പിന്നെ ചിരിയോടെ പിന്തിരിഞ്ഞു നടന്നു. നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ശേഷം അച്ചുവിനെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റി. അച്ചു മയക്കത്തിലായിരുന്നു. ശങ്കർ പാറുക്കുട്ടിയെയും എടുത്ത് ഇരിക്കുകയാണ്. പാറുക്കുട്ടിയെ ദേ ഇങ്ങോട്ട് നോക്കി. ശങ്കർ കുഞ്ഞിനെയും എടുത്ത് താലോലിച്ചുകൊണ്ടിരുന്നു. അപ്പവും അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇച്ചു വീട്ടിലേക്ക് പോയി. നൈഷുവും കുഞ്ഞും ദേവകിയമ്മയെ ഏൽപ്പിച്ചു വന്നതാണ്. ബദ്രി അച്ചുവിനടുത്ത് ഇരിക്കുകയാണ്. അവളുടെ കൈ ചുണ്ടോട് ചേർത്ത് അവളെ ഉറ്റുനോക്കി. പതിയെ അവൾ ഉണരുന്നത് അവൻ അറിഞ്ഞു. അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി കയ്യിൽ മുറുകെ പിടിച്ചു. അച്ചുട്ടാ, അവൻ പതിയെ വിളിച്ചു. ദേഹം അനങ്ങി. അവളുടെ മുഖം ചുളിയുന്നുണ്ട്. ബദ്രി അവളുടെ നെറുകയിൽ തലോടി. കിണ്ണാ, നേർത്തു പോയിരുന്നു അവളുടെ ശബ്ദം. പതിയെ അവൾ കണ്ണുകൾ തുറന്നു. കിണ്ണാ. കണ്ണ് മെല്ലെ ചിമ്മി തുറന്നവൾ അടഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. വാടിയ മുഖത്തെ പുഞ്ചിരി കണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വേദനയുണ്ട് അച്ചുട്ട? ഇടറിയ സ്വരത്തിൽ അവൻ ചോദിച്ചു. ഇവിടെയും ഒക്കെ വേദനിക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. കൈകൊണ്ട് അടിവയറിൽ തൊട്ടു കാണിച്ചു. ബദ്രി പതിയെ അവിടെ തലോടി. വേഗം മാറൂട്ടോ, അനങ്ങാതെ കിടന്നോ. നല്ല വേദനയുണ്ട്. അവളുടെ ചുണ്ട് വിതുമ്പി. ബദ്രി അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ വെച്ചു. അച്ചുട്ടാ, അവൻ ആർദ്രമായി വിളിച്ചു. അടഞ്ഞു പോകുന്ന മിഴികളെ വലച്ചു തുറന്നവൾ അവനെ നോക്കി. നമ്മുടെ പാറുക്കുട്ടിയെ കാണണ്ടേ എൻ്റെ അച്ചുട്ടിക്ക്? വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു. അവളുടെ കണ്ണുകൾ തിളങ്ങി. വന്നോ അച്ചുൻ്റെ പാറുക്കുട്ടി വന്നോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. പാറുട്ടിയെ കാണാൻ അവൾക്ക് കൊതിയായി. കൈകൊണ്ട് മെല്ലെ വയറിൽ ഒന്ന് പരതി നോക്കി. എൻ്റെ വയറിനുള്ളിൽ നിന്ന് പാറുക്കുട്ടി പുറത്തേക്ക് വന്നോ? കണ്ണിമ വെട്ടാതെ അവളെ നോക്കിയ ബദ്രി ചെറുതായൊന്ന് തലയാട്ടി. വന്നു. കാണണ്ടേ അച്ചുവിനെ? കാണണം. ഇപ്പോൾ കാണിച്ചു തരാം. ബദ്രി എഴുന്നേറ്റ് കുറച്ച് മാറി ബെഡിലിരിക്കുന്ന ശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നു. കുഞ്ഞിനെ വാങ്ങി അച്ചുവിൻ്റെ അടുത്തേക്ക് ഇരുന്നു. വാടാ, നമുക്ക് പോയി ഓരോ ചായ കുടിക്കാം. ശങ്കർ അപ്പുവിൻ്റെ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കുഞ്ഞിനെ അവളുടെ അടുത്ത് കിടത്തി. അച്ചു ഇമ വെട്ടാതെ കുഞ്ഞിനെ നോക്കി. എന്താ അച്ചുട്ട ഇങ്ങനെ നോക്കണേ? ഇതാ പാറുക്കുട്ടി. ബദ്രി കുഞ്ഞിനെ തുണിയിൽ ഭദ്രമായി വെച്ചു. അച്ചു ചൂണ്ടുവിരൽ കൊണ്ട് കുഞ്ഞിൻ്റെ താടിയിൽ മെല്ലെ തൊട്ടു. പാറുക്കുട്ടി എന്താക്കിയിട്ടാ കണ്ണു തുറക്കാത്തേ? അവൾ സംശയിച്ചു. ബദ്രി ചിരിച്ചുകൊണ്ട് ബെഡിനോരത്തിരുന്നു. പാറുക്കുട്ടി കുഞ്ഞല്ലേ, ഇങ്ങനെയാ കണ്ണു തുറക്കൂ. കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. ആണോ? അച്ചു അതിശയത്തോടെ മോളെ നോക്കി. ഒരു നിമിഷം വേദനയെല്ലാം അവൾ മറന്നുപോയിരുന്നു. എന്തു കുഞ്ഞു കൈയാണ്! അവൾ കൗതുകത്തോടെ കുഞ്ഞി കൈകളിൽ തൊട്ടു. പാറു ഒന്ന് വിറച്ചു. ഉറക്കം തടസ്സപ്പെട്ട് കരയാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെറിയ കരച്ചിൽ ഉയർന്ന് ആ കുഞ്ഞു മുഖം ചുവന്നു. ബദ്രി കുഞ്ഞിനെ കയ്യിലെടുത്തു. മെല്ലെ താലോലിച്ചു. അച്ചു നോക്കിയിരിക്കുകയാണ്. മോള് കരച്ചിൽ നിർത്തിയില്ല. നഴ്സാണേൽ വരുന്നുമില്ല. ബദ്രി മോളെയും കൊണ്ട് അച്ചുവിനടുത്തിരുന്നു. എന്തിനാ കിണ്ണ വാവ കരയണേ? അച്ചു ചുണ്ടു ചുളിക്കൊണ്ട് ചോദിച്ചു. വാവയ്ക്ക് വിശന്നിട്ട അച്ചു. അവൻ അവളെ നോക്കി. ചോറ് കൊടുക്കിണ്ണ. അവൾ പറയുന്നത് കേട്ട് ബദ്രി കയ്യിലിരിക്കുന്ന പൊടിക്കുഞ്ഞിനെയും അവളെയും ഒന്ന് നോക്കി. അവൻ ദയനീയമായി അവളെ നോക്കി. പാറുക്കുട്ടി ഇപ്പോൾ ചോറ് തിന്നില്ല അച്ചു. പിന്നെ എന്താ കൊടുക്കുക? എൻ്റെ പാറുക്കുട്ടി കരയണ കണ്ടില്ലേ? അവളുടെ ചുണ്ട് വിതുമ്പി. വാവയ്ക്ക് പാല് കൊടുക്കണം അച്ചു. എന്നാ കൊടുക്കിണ്ണ. പാറുക്കുട്ടി കരയുമ്പോൾ അച്ചുവിന് സങ്കടം വരും. ദേ ഇവിടൊക്കെ വേദനിക്കുന്നു. മാറിലേക്ക് കൈയമർത്തി അവൾ കണ്ണു നിറച്ചു. ബദ്രി ഒന്ന് നിശ്വസിച്ചു. മോളെ ബെഡിൽ കിടത്തിപ്പോയി വാതിലടച്ചു. അച്ചുവിനെ അവൻ പതിയെ എഴുന്നേൽപ്പിച്ച് പുറകിലേക്ക് ചായച്ചിരുത്തി. മോളെ അവളുടെ മടിയിൽ വെച്ചു കൊടുത്തു. എനിക്ക് പേടിയേ കിണ്ണ. പാറുട്ടി കരയും. അവളുടെ കൈ വിറച്ചു. മോള് പാറുട്ടിയുടെ അമ്മയല്ലേ, അതുകൊണ്ട് പാറുട്ടി കരയില്ല. അച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന മോളെ നോക്കി. ബദ്രി ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു സ്ത്രീകൾ ആരും കൂടെയില്ലാഞ്ഞത് അവനെ വിഷമിപ്പിച്ചു. നേരം വെളുത്തതേ ഉള്ളൂ. ഒടുവിൽ അവൻ തന്നെ മുൻകൈയെടുത്തു. അച്ചു, വാവക്ക് നീ വേണം പാല് കൊടുക്കാൻ. അമ്മമാരല്ലേ അവരുടെ വാവകൾക്ക് പാല് കൊടുക്കുക. അച്ചു മിഴിച്ചുകൊണ്ട് അവനെ നോക്കി. വാവ കരയണത് കണ്ടില്ലേ അച്ചു, പാല് കൊടുക്ക്. എങ്ങനെയാ കിണ്ണ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മാറിലൊക്കെ വല്ലാത്ത വേദന. ബദ്രി കൈ ഉയർത്തി. പിന്നെ എന്തോ ഓർത്ത പോലെ കുഞ്ഞിനെ വാങ്ങി ബെഡിൽ കിടത്തി. പാറുക്കുട്ടിയെ നോക്കണേ, കിണ്ണൻ നഴ്സിനെ വിളിച്ചിട്ട് വരാം. ബദ്രി അവളോട് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. നഴ്സിനെ വിളിച്ചുകൊണ്ടുവന്നു. അവൻ റൂമിലേക്ക് കയറിയില്ല. പുറത്ത് നിന്നതേ ഉള്ളൂ. കുറച്ചു കഴിഞ്ഞ് നഴ്സ് പുറത്തേക്ക് വന്നു. അവർ അവനെ നോക്കി ചിരിച്ചു. ബദ്രി ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അച്ചു കുഞ്ഞിനോട് ചേർന്ന് കിടക്കുവാണ്. അവൾ അവനെ അടുത്തേക്ക് കൈമാടി വിളിച്ചു. അച്ചുവിൻ്റെ ഇവിടുന്ന് പാല്. ബാക്കി പറയും മുന്നേ അവൻ അവളുടെ വാ പൊത്തി. ആരോടും പറയരുത് അച്ചുട്ടാ, പാറുക്കുട്ടി കൊടുക്കുന്ന പാലല്ലേ.
ഞാൻ കിണ്ണനോട് മാത്രം പറയട്ടെ? അവൾ ചുണ്ടി പിളർത്തിക്കൊണ്ട് ചോദിച്ചു. ബദ്രി ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നു നെറുകയിൽ തലോടി. പറ. ഞാനേ നമ്മുടെ പാറുകുട്ടിക്ക് പാല് കൊടുത്തു. ദേ ഇവിടുന്ന്. പാറുകുട്ടിക്ക് ഞാനാത്രേ കരയുമ്പോൾ പാല് കൊടുക്കേണ്ടത്. ഇപ്പോൾ വേദനയൊക്കെ മാറി. അവൾ അവൻ്റെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ച് നിഷ്കളങ്കമായി പറഞ്ഞു. ബദ്രി അവളുടെ മുഖത്ത് നെറ്റിയിൽ ചുംബിച്ചു. അച്ചു കണ്ണുകൾ അടച്ചു കിടന്നു. അച്ചുവിൻ്റെ അടുത്ത് നിന്ന് പോകല്ലേ കിണ്ണ. അവൾ അടഞ്ഞ മിഴികളോടെ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ഇല്ല അച്ചു, ഞാൻ ഇവിടെയുണ്ട്, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൻ അവൾ ഉറങ്ങുന്നത് നോക്കിയിരുന്നു. ചുണ്ട് നുണഞ്ഞുകൊണ്ട് കിടക്കുന്ന പാറുകുട്ടിയുടെ കുഞ്ഞു കൈക്കുള്ളിൽ അവൻ്റെ ചെറുവിരലുണ്ടായിരുന്നു. അവൻ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. മൂളിപ്പാട്ടും പാടി അമ്മാളൂനും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി. ബൈക്കിൻ്റെ മിററിലൂടെ നോക്കി മീശയൊന്ന് പിരിച്ചുകൊണ്ട് അവൻ ഇരുന്നു. ദൂരെ നിന്ന് പെണ്ണ് ഓടി വരുന്ന കണ്ടു. നിനക്ക് തീരെ സമയനിഷ്ഠയില്ല കേട്ടോ. കിതച്ചുകൊണ്ട് മുന്നിൽ വന്ന് നിന്നവളെ നോക്കി അവൻ കണ്ണുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അപ്പോഴും ചിരിച്ചുകൊണ്ട് കിതക്കുകയായിരുന്നു. ഒടുവിൽ കിതപ്പൊന്ന് അടങ്ങിയപ്പോൾ അവൾ മുന്നോട്ട് വന്ന് അവനെ വാരിപ്പുണർന്നു. എന്താടി? കൂടി വരുന്ന അവളുടെ ഹൃദയതാളം മറിഞ്ഞുകൊണ്ട് അവൻ ചോദിച്ചു. ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ വന്നിരുന്നു. ഉറപ്പിച്ചു നമ്മുടെ കല്യാണം, ഉറപ്പിച്ചു. അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കിതപ്പോടെ അവൾ പറഞ്ഞു. എന്ത്? സത്യം? അവളെ അടർത്തി മാറ്റി അവൻ ആവേശത്തോട് ചോദിച്ചു. വേഗം വേണം എന്നാ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ പറഞ്ഞ്. ആ ചെക്കനെ ഇങ്ങനെ കയറേരി വിട്ടാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് കെട്ടിക്കണമെന്ന്. അവൻ്റെ നെഞ്ചിൽ വിരൽ കുത്തിക്കൊണ്ട് അമ്മാളും അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. വേഗമെന്ന് പറഞ്ഞാൽ നാളെ തന്നെ കിട്ടിയാലോ? അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചവൻ ചോദിച്ചു. അവളുടെ കവിളി ചുവന്നു. അയ്യടാ, അടുത്ത മാസമാണ്, കുറച്ചുകൂടെ കാത്തിരിക്കണം. കുറച്ചുകൂടെ ക്ഷമിക്കാമല്ലേ? പുഞ്ചിരിയോടെ അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു. അവൾ കാലുയർത്തി അവൻ്റെ കവിളിൽ കടിച്ചു. സുഖമുള്ള നൊമ്പരത്തിൽ അവൻ ചിരിയോടെ അവളെ ചുറ്റിപ്പിടിച്ചു. ഉമ്മുകുൽസു, നോക്കിക്കേ, താ നിന്റെ പാറുട്ടി. കളിക്കേണ്ടടി പെണ്ണുങ്ങളെ രണ്ടുപേർക്കും കൂടെ. നൈഷു എടുത്തിരിക്കുകയാണ് പാറുക്കുട്ടിയെ. കുൽസുവിനെ അപ്പു എടുത്ത് നടക്കുകയാണ്. പാറുവിനെ കാണുമ്പോൾ കുൽസു പെണ്ണ് കണ്ണ് ചിമ്മിച്ചിരിക്കും. കുഞ്ഞിക്കൈ നീട്ടി പാറുട്ടിയുടെ കൈ തൊടും. അച്ചുവിനെയും കുഞ്ഞിനെയും കാണാൻ ഇച്ചുവിൻ്റെ കൂടെ വന്നതാണ് നൈഷു. വന്നപ്പോൾ തൊട്ട് കുൽസു അപ്പുവിൻ്റെ കയ്യിലാണ്. പെണ്ണിൻ്റെ ഉണ്ടക്കാവളിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. ഉമ്മറത്ത് ഇച്ചുവിനെ കണ്ടപ്പോൾ കുറുമ്പി അവൻ്റെ അടുത്തേക്ക് പോയി. ഓ, ഉപ്പച്ചിയെ കണ്ടപ്പോൾ പെണ്ണിന് നമ്മളെ വേണ്ട, ഞാൻ പോയി എൻ്റെ പാറുക്കുട്ടിയെ നോക്കട്ടെ. ആ കുഞ്ഞിക്കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് ചെന്നു. പാറുക്കുട്ടിയെ നൈഷു ബെഡിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പു അവളുടെ അടുത്ത് ചെന്ന് കിടന്നു. പാറുപെണ്ണിൻ്റെ കയ്യിൽ വിരൽ വെച്ചു കൊടുത്തു. അവൾ അവൻ്റെ വിരലിൽ മുറുകെ പിടിച്ചുകൊണ്ട് കിടക്കും. അവൻ ആ കുഞ്ഞി കൈകളിൽ ഉമ്മ വയ്ക്കും. നൈഷു അവനെ ഒന്ന് നോക്കിയ ശേഷം ഇച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. ദേവകിയമ്മേ, ഞങ്ങൾ പോയെന്ന് പറഞ്ഞേക്ക്, അവിടെ ബിസിയല്ലേ? ഇച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി മോനെ. ബദ്രി ഇതേ സമയം അച്ചുവിൻ്റെ കൂടെ റൂമിലിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ കഴിക്കച്ചു, മടി കാണിക്കല്ലേ. ബദ്രി അവൾക്ക് ചോറ് വാരി കൊടുക്കുകയാണ്. വേണ്ട എനിക്ക്. അവൾ മുഖം തിരിച്ചു. ഡോക്ടർ പറഞ്ഞതല്ലേ അച്ചു, പാറുക്കുട്ടിക്ക് വിശപ്പ് മാറ്റാണേ നീ നന്നായി ഭക്ഷണം കഴിക്കണമെന്ന്. വേണ്ടാഞ്ഞിട്ടാ കിണ്ണ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. ബദ്രി അവളുടെ മുഖത്തേക്ക് വീണ നനഞ്ഞ മുടി മാടി ഒതുക്കി വെച്ചു. ഇച്ചിരി കൂടെ കഴിക്ക്, സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് നീട്ടിയപ്പോൾ നിഷേധിക്കാതെ അവൾ വാങ്ങി കഴിച്ചു. ഒരുവിധം കഴിപ്പിച്ചു. പാറുക്കുട്ടി അവിടെ അപ്പുവിൻ്റെ റൂമിലാണ്. ബദ്രി അവളുടെ നനഞ്ഞ മുടി ഒതുക്കി വെച്ചു കൊടുത്തു. മരുന്നും കഴിപ്പിച്ചു. മോനെ, കുഞ്ഞ് കരയുന്നു. കുഞ്ഞിനെയും കൊണ്ട് ദേവകിയമ്മ വാതിൽക്കലേക്ക് വന്നു. തൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുന്ന അച്ചുവിനെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുത്തി അവൻ മോളെ എടുത്തുകൊണ്ട് വന്നു. മോളെ ചേർത്ത് പിടിച്ച് അച്ചുവിനെ നോക്കി. ഉറക്കം വരുന്നു കിന്ന. അവളും അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു. ഉറങ്ങിക്കോ. പാറുക്കുട്ടി ഉറങ്ങി. അവൻ്റെ നെഞ്ചിലെ ചൂടിൽ മയങ്ങിപ്പോയതാ പാറുക്കുട്ടി. അവൻ ചിരിച്ചു. അച്ചു കുഞ്ഞിനെ കൗതുകത്തോടെ നോക്കി. അവളും കണ്ണുകൾ അടച്ചു. പാട്ട് പാടുകിണ്ണ, അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബദ്രി ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ മുത്തി. ബദ്രി മെല്ലെ മൂളി. കയ്യിലിരുന്ന പാറുക്കുട്ടിയെ നെഞ്ചോട് ചേർത്തി പിടിച്ചു. തോളിൽ ചാരി ഉറങ്ങുന്ന അച്ചുവിൻ്റെ നെറുകയിൽ അധരം അമർത്തി. അച്ചു ചുണ്ടിലൊരു പുഞ്ചിരി ഒളിപ്പിച്ചു ഉറക്കത്തിലേക്ക് വീണു. ബദ്രി രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചു.